നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുള്ള ആണവ സൈനിക യുദ്ധം ആഗോളതലത്തിൽ പുകയുമ്പോൾ ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപിനെ വധിക്കാൻ ഇറാൻ ചാരസംഘടനയുടെ പരിശീലനം നേടിയ കൊടും ഭീകരൻ വലവിരിച്ചതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഭാഗമായ ഖുദ്സ് ഫോഴ്സ് മുൻ തലവൻ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതിന് പകരം ചോദിക്കാനാണ് ഇവാങ്കയെ ലക്ഷ്യമിട്ടതെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മെയ് 15 തുർക്കിയിൽ വെച്ച് പിടിയിലായ കൊടും ഭീകരൻ മുഹമ്മദ് ബാക്കർ സാദ് ദാവൂദ് അൽ സാദിയെ അമേരിക്കയിൽ നാടുകടത്തിയതോടെയാണ് പാശ്ചാത്യ ലോകത്തെ നടുക്കിയ ഈ വധഗൂഢാലോചനയുടെ ചുരുളഴിയുന്നത്. ട്രംപിന്റെ ഒന്നാം ഭരണകാലയളവിൽ അദ്ദേഹത്തിന്റെ മുഖ്യ ഉപദേശകയായിരുന്ന ഇവാങ്കയെ വധിക്കാൻ വളരെ ആസൂത്രണം ചെയ്ത നീക്കങ്ങളാണ് ഇറാഖ് ഭീകര ശൃംഖലയിലെ പ്രധാനിയായ അൽ സാദി നടത്തിയത്. ട്രംപ് നമ്മുടെ വീട് കരിച്ചതുപോലെ ഇവാങ്കയുടെ വീടും കരിക്കാൻ നമ്മൾ അവളെ കൊല്ലണം എന്ന് സുലൈമാനിയുടെ മരണത്തിന് പിന്നാലെ അൽ സാദി തന്റെ അനുയായികളോട് ആക്രോശിച്ചിരുന്നതായി വാഷിംഗ്ടണിലെ ഇറാഖി എംബസി മുൻ ഡെപ്യൂട്ടി മിലിറ്ററി അറ്റാഷെ എൻഡിഫാദ് ഖാൻബറിനെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 6 വർഷം മുൻപ് ബാഗ്ദാദിൽ വെച്ച് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവിലായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയുടെ ഏറ്റവും വിശ്വസ്തനായ സൈനിക മേധാവി ഖാസിം സുലൈമാനിയെ US വ്യോമസേന വധിക്കുന്നത്. ഫ്ലോറിഡയിൽ ഇവാങ്കയും ഭർത്താവ് ജാരഡ് കുഷ്ണറും താമസിക്കുന്ന $24.24 മില്യൺ വിലമതിക്കുന്ന ആഡംബര കൊട്ടാരത്തിന്റെ കൃത്യമായ ബ്ലൂ പ്രിന്റും ഭൂപടവും അൽസാദി കൈവശം വെച്ചിരുന്നു. ഇതേ വീടിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് എക്സ് ഹാൻഡിലൂടെ ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു. അമേരിക്കക്കാരോട് ഞാൻ പറയുന്നു, ഈ ചിത്രം നോക്കൂ. നിങ്ങളുടെ കൊട്ടാരങ്ങൾക്കോ സീക്രട്ട് സർവീസിനോ നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല. ഞങ്ങൾ നിലവിൽ നിരീക്ഷണത്തിലാണ്. ഞങ്ങളുടെ പ്രതികാരത്തിന്റെ സമയം അടുത്തു കഴിഞ്ഞു എന്നായിരുന്നു അറബിയിലുള്ള മാരകമായ ഭീഷണി. ഇറാന്റെ IRGCക്കും ഭീകര സംഘടനയായ കതൈബ് ഹിസ്ബുള്ളയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന അൽസാദി നിസ്സാരക്കാരനല്ലെന്നാണ് US നീതിന്യായ വകുപ്പ് വ്യക്തമാക്കുന്നത്. അമേരിക്കയിലും യൂറോപ്പിലുമായി മാത്രം 18 വൻ അട്ടിമറി ശ്രമങ്ങളും ആക്രമണങ്ങളും ഇയാൾ നടത്തിയിട്ടുണ്ട്. 2009 ജൂതമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഇവാങ്കയെ വംശീയമായും രാഷ്ട്രീയമായും ലക്ഷ്യമിട്ടാണ് ഇയാൾ നീങ്ങിയത്. വൈറ്റ് ഹൗസ് ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും പ്രസിഡന്റിന്റെ കുടുംബത്തിന്റെ സുരക്ഷ US സീക്രട്ട് സർവീസ് കാറ്റഗറി 1 ഉയർത്തിയിട്ടുണ്ട്. ഇറാൻ ഭീകര ശൃംഖലയിലെ പ്രധാനിയാണ് അൽസാദി എന്നാണ് റിപ്പോർട്ട്. യൂറോപ്പിലും അമേരിക്കയിലുമായി 18 ആക്രമണ ശ്രമങ്ങളും അൽസാദി നടത്തിയതായിട്ടാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പറയുന്നത്. കുഷ്ണറുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് 44-കാരിയായ ഇവാങ്ക 2009 ഓർത്തഡോക്സ് ജൂതമതത്തിലേക്ക് പരിവർത്തനം ചെയ്തിരുന്നു. എന്നാൽ ഇവാങ്കയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് വൈറ്റ് ഹൗസ് പ്രതികരിച്ചില്ലെന്നും ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ പാം ബീച്ചിലെ സാമൂഹ്യ പ്രവർത്തകയായ ബെറ്റിന ആൻഡേഴ്സണുമായിട്ടുള്ള മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നിൽ സുരക്ഷാ കാരണങ്ങളാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഔദ്യോഗിക തിരക്കുകൾ കാരണം മകന്റെ വിവാഹം തനിക്ക് മിസ്സാവുമെന്നും അമേരിക്കക്കാരോടുള്ള സ്നേഹം തന്നെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. നിർണായക സമയത്ത് വാഷിംഗ്ടൺ DC വൈറ്റ് ഹൗസിൽ തുടരേണ്ടത് പ്രധാനമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻ്റെ മകൻ ഡോൺ ജൂനിയറിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയാകാൻ പോകുന്ന ബെറ്റിനയ്ക്കൊപ്പം ആയിരിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. എങ്കിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, അമേരിക്കൻ ഐക്യനാടുകളോടുള്ള എൻ്റെ സ്നേഹം എന്നിവ എന്നെ അതിനനുവദിക്കുന്നില്ല. ഈ നിർണായക സമയത്ത് വൈറ്റ് ഹൗസിൽ വാഷിംഗ്ടൺ DC തുടരേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. ഡോണിനും ബെറ്റിനയ്ക്കും അഭിനന്ദനങ്ങളെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഈ വാരാന്ത്യത്തിൽ ബഹാമസ് ദ്വീപിൽ ചെറിയ ചടങ്ങായിട്ടാണ് ട്രംപ് ജൂനിയറിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർണായക സമയത്ത് താൻ വിവാഹത്തിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും മാധ്യമങ്ങൾ തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു.